Hey guys, welcome back to my YouTube channel. So after a long time, we are doing a proper video. Other than shorts. So ഈ ഒരു ടൈം ഗ്യാപ്പിൽ ഒരുപാട് ഔട്ട് ഗോയിങ്സും അതുപോലെ തന്നെ പുതിയ പ്ലെയേഴ്സ് ബ്ലാസ്റ്റേഴ്സിലേക്ക് വരികയും ചെയ്തു. പ്രബീർ ദാസ് ലോൺ ഡീലിൽ മുംബൈ സിറ്റി FC പോയി. രാഹുൽ KP to Odisha FC. Bryce Miranda to Inter Kashi on a loan deal. പ്രീതം കോട്ടാൽ to Chennai FC. Alexander Koev and Joshua Sotirio ബ്ലാസ്റ്റേഴ്സ് വിട്ടു. ആൻഡ് നിലവിൽ ജാനുവരി ട്രാൻസ്ഫർ വിൻഡോ ഉപയോഗിച്ച് ബ്ലാസ്റ്റേഴ്സ് സൈൻ ചെയ്ത രണ്ട് പ്ലെയേഴ്സ് ആണ് ദുസാൻ ലഗേറ്റർ ആൻഡ് ബികാഷ് യുംനം. ദുസാൻ ലഗേറ്ററിനെ പറ്റി പറയുമ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഫസ്റ്റ് മാച്ചിൽ തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ആയി വന്ന് കളിക്കാൻ സാധിച്ചു. മോണ്ടിനിഗ്രൻ താരമാണ്. സെന്റർ ബാക്കായും ഡിഫൻസീവ് മിഡ്ഫീൽഡറായും കളിക്കാൻ കഴിയുന്ന താരമാണ് ദുസാൻ. മോണ്ടിനിഗ്രോ സീനിയർ അണ്ടർ 21 ആൻഡ് അണ്ടർ 19 ടീമുകളിൽ കളിച്ചിട്ടുണ്ട്. പ്രീതം കോട്ടാൽ ചെന്നൈയിൻ FC പോവുകയും ചെന്നൈയിൻ FCയിൽ നിന്ന് ബികാഷ് യുംനം ബ്ലാസ്റ്റേഴ്സിലേക്ക് വരികയും ചെയ്തു. 21-കാരനായ ബികാഷ് 2029 വരെയുള്ള ഒരു ലോങ് ടേം ഡീലിലാണ് ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തിയിരിക്കുന്നത്. വൺ ഓഫ് ദി ബെസ്റ്റ് സൈനിങ് തന്നെയാണ്. സോ കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടിയുള്ള ബികാഷിന്റെ ഡെബ്യൂ മാച്ചിനായി കാത്തിരിക്കാം. നിലവിൽ ബ്ലാസ്റ്റേഴ്സിന് 17 മത്സരങ്ങളിൽ നിന്നും 21 പോയിന്റ് ആണുള്ളത്. ആൻഡ് ലാസ്റ്റ് മാച്ച് അഗെയിൻസ്റ്റ് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് FC 0-0 ഡ്രോയിൽ മത്സരം അവസാനിച്ചു. ആൻഡ് നെക്സ്റ്റ് മാച്ച് ജാനുവരി 24-ന് ഈസ്റ്റ് ബംഗാളിനെതിരെയാണ്. എവേ മാച്ച് ആണ്. ആൻഡ് ഇപ്പോഴും ബ്ലാസ്റ്റേഴ്സിന്റെ പ്ലേ ഓഫ് പ്രതീക്ഷകൾ അവസാനിച്ചിട്ടില്ല. ബിക്കോസ് നിലവിൽ ബ്ലാസ്റ്റേഴ്സിന് 21 പോയിന്റ് ആണുള്ളത്. ആൻഡ് ISL പോയിന്റ് ടേബിൾ അനലൈസ് ചെയ്താൽ നിലവിൽ 5ാം സ്ഥാനത്ത് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് FC with 25 പോയിന്റ്സ്, 6ാം സ്ഥാനത്ത് ഒഡീഷ FC with 24 പോയിന്റ്സ്, 7ാം സ്ഥാനത്ത് മുംബൈ സിറ്റി FC with 24 പോയിന്റ്സ്, 8ാം സ്ഥാനത്ത് കേരള ബ്ലാസ്റ്റേഴ്സ് FC with 21 പോയിന്റ് ആൻഡ് 9ാം സ്ഥാനത്ത് പഞ്ചാബ് FC with 20 പോയിന്റ്സ്. സോ ബ്ലാസ്റ്റേഴ്സിന് വരാനിരിക്കുന്ന രണ്ട് മത്സരങ്ങൾ ദാറ്റ് ഈസ് അഗെയിൻസ്റ്റ് ഈസ്റ്റ് ബംഗാൾ ആൻഡ് ചെന്നൈയിൻ FCക്കെതിരെയും ബ്ലാസ്റ്റേഴ്സിന് വിജയിക്കാൻ സാധിച്ചാൽ ദെൻ ക്വാളിഫൈ ചെയ്യാനുള്ള ആ ഒരു ചാൻസ് കൂടും. ആൻഡ് ലാസ്റ്റ് മാച്ചിൽ ഈവൻ ദോ 10 പേരായി ചുരുങ്ങിയിട്ടും ബ്ലാസ്റ്റേഴ്സിന്റെ ഡിഫൻസീവ് പെർഫോമൻസ് ഇറ്റ് വാസ് ആബ്സല്യൂട്ട്ലി ഗ്രേറ്റ്. സോ ആ ഒരു ഫൈറ്റിംഗ് സ്പിരിറ്റോടുകൂടി ആ ഒരു കോർഡിനേഷനോടുകൂടി ബ്ലാസ്റ്റേഴ്സിന് വരാനിരിക്കുന്ന മത്സരങ്ങളിൽ അലോങ് വിത്ത് ദി അറ്റാക്കിംഗ് കളിക്കാൻ സാധിച്ചാൽ ദെൻ തീർച്ചയായും ബ്ലാസ്റ്റേഴ്സിന് വിജയിക്കാൻ സാധിക്കും. പ്ലേ ഓഫ് പ്രതീക്ഷകൾ നിലനിർത്താൻ സാധിക്കും. സോ ദിമിത്രോസ് ഡയമൻഡോസ്, ക്ലെയ്റ്റൺ സിൽവ, ന്യൂ പ്ലെയർ റിച്ചാർഡ്, ഹെക്ടർ യൂസ്റ്റേ, ഹിജാസി മെഹർ എന്നീ താരങ്ങളെല്ലാം അടങ്ങുന്ന ഈസ്റ്റ് ബംഗാളിനെതിരെ കേരള ബ്ലാസ്റ്റേഴ്സ് FCക്ക് ഒരു മികച്ച പെർഫോമൻസ് കാഴ്ചവെക്കാൻ സാധിക്കട്ടെ. ലെറ്റ്സ് ഹോപ്പ് ഫോർ ദി ബെസ്റ്റ്. കേരള ബ്ലാസ്റ്റേഴ്സ് റിലേറ്റഡ് അപ്ഡേറ്റുകൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. See you guys again in the next video. Till then, take care. Bye.